ഹരേ കൃഷ്ണ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഷഡ്ഗോസ്വാമിമാരുടെ അഷ്ടകം അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അത് ഹെഡ്ഫോൺ വെക്കാൻ പറ്റുമോ? ക്ലിയർ ഇല്ല. അല്ല, ക്ലിയർ അല്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇപ്പോഴോ? ക്ലിയർ ക്ലിയർ. ഓക്കെ മാതാജി, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മഞ്ചരിമാരെ കുറിച്ച് പറഞ്ഞു. ഷഡ്ഗോസ്വാമിമാര് മഞ്ചരിമാരാണ് ഗോലോകത്തിലെ. ഭഗവാന്റെ ലീലയില് ഭഗവാനെ സഹായിക്കാൻ അഷ്ടസഖികളെ, മഞ്ചരിമാര്, തരുണിമണികള്, പിന്നെ ഗോപികമാര്, ഇവരിങ്ങനെ ഓരോ ലെവലിലാണ് ഓരോ വിഭാഗങ്ങളും. അതുപോലെ ഗോപികമാരെന്ന് പറഞ്ഞാൽ അവര് കോടിക്കണക്കിന് ഗോപികമാരാണ്. 3 കോടിയോളം ഗോപികമാരുണ്ട് ഗോലോകത്തില്. അവരെ ഗ്രൂപ്പുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇവർക്കെല്ലാം തന്നെ സേവനവും കിട്ടുന്നുണ്ട്. ഭഗവാന് സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ ഇവർക്കെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് അഷ്ടസഖികളാണ്. അത് കഴിഞ്ഞ് മഞ്ചരിമാര്. പക്ഷെ മഞ്ചരി ഭാവം എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ് കിട്ടുക. ആ പദവി കിട്ടുക വളരെ ദുർലഭമാണ്. മഞ്ചരിമാര് ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കില്ല. അവരെ ഭഗവാന്റെ ലീലകളെ, രാധാകൃഷ്ണന്മാരുടെ ലീലകൾ കണ്ട് ആ ആനന്ദം അനുഭവിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഭഗവാന്റെ ലീലാസ്ഥലികൾ എന്ന് വെച്ചാല് കുഞ്ചം, നികുഞ്ചം, നിർഭൃത നികുഞ്ചം. ഇതില് കുഞ്ചത്തിലും നികുഞ്ചത്തിലും ഒക്കെ മഞ്ചരിമാർക്ക് സേവനം ചെയ്യാനുള്ള അവസരമുണ്ട്. നിർഭൃത നികുഞ്ചത്തില് ഏറ്റവും അടുത്ത സഖികള്, അഷ്ടസഖികള് മാത്രമാണ് അവിടെ ഭഗവാന് രാധാറാണിക്കും ഭഗവാനും സേവനം ചെയ്യുന്നത്. ഇതിനെ അഷ്ടസഖികൾ എന്ന് പറഞ്ഞാല് ഞാൻ ഓർഡർ അനുസരിച്ചിട്ട് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന എഴുതിയെടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. മായാപൂരിലെ പോയിട്ടുള്ളവർക്കറിയാം, രാധാമാധവിന്റെ 2 സൈഡിലും 4 പേര് വീതം നിൽപ്പുണ്ട്. ഇല്ലെങ്കിൽ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവാം. ഇതില് രാധാറാണിയുടെ സൈഡിൽ നിൽക്കുന്നവരെ ആദ്യം പറയാം. വിശാഖ, സഖി, ഇന്ദുലേഖ, രംഗദേവി, സുദേവി. ഇവര് 4 പേരാണ്. വിശാഖ, ഇന്ദുലേഖ, രംഗദേവി, സുദേവി ഇവര് രാധാറാണിയുടെ സൈഡിൽ നിൽക്കുന്നു. ഇനി ഭഗവാന്റെ സൈഡിൽ നിൽക്കുന്നത്, ആദ്യം ഭഗവാനോട് അടുത്ത് നിൽക്കുന്നത് ലളിതാ സഖിയാണ്. ഇത്തിരി തടി കൂടുതലാണ് ലളിതാ സഖിക്ക്. അത് തന്നെയുമല്ല, ലളിതാ സഖി വളരെ ബോൾഡാണ്. തന്റെ ഇടം ഭയങ്കരമാണ്. ഭഗവാന് പോലും പേടിയാണ് ലളിതാ സഖിയെ. ലളിതാ സഖി കഴിഞ്ഞാല് ചെമ്പകലത, ചിത്രലേഖ, തുംഗവിദ്യ. ഇങ്ങനെ 4 പേര്. ലളിത, ചെമ്പകലത, ചിത്രലേഖ, തുംഗവിദ്യ. ഈ 8 പേർക്കും അവരെ 8 തരത്തിലാണ് ഭഗവാനും രാധാറാണിക്കും സേവനം ചെയ്യുന്നത്. അത് കുറെ കാര്യങ്ങളുണ്ട്. അതിപ്പം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ചിത്രലേഖ നന്നായിട്ട് പെയിന്റിങ് ചെയ്യും, പടം വരയ്ക്കും. ബർസാനയില് അടുത്താണ് ഇവരുടെയൊക്കെ ഗ്രാമങ്ങൾ. 8 ഗ്രാമങ്ങളുണ്ട് ബർസാനയ്ക്ക് ചുറ്റുമായിട്ട്. അതില് ചിക്സോളി, ചിത്രലേഖയുടെ ഗ്രാമമാണ് ചിക്സോളി. ബർസാന പരിക്രമയില് നമുക്ക് കാണാം ചിത്രസഖയുടെ ഗ്രാമം. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. അവിടെ ചിത്രസഖയുടെ പെയിന്റിങ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ഭഗവാന് രാധാറാണി ഭഗവാനും മയിലിന്റെ രൂപത്തില് നൃത്തം ചെയ്യുന്നത്, ആ ചിത്രം നമുക്കിപ്പോഴും അവിടെ പോയാല് കാണാൻ സാധിക്കും. അങ്ങനെ ഈ 8 പേർക്കും ഓരോ തരത്തിലുള്ള സേവനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവര് രാധാറാണിയുടെ എക്സ്പാൻഷൻസ് തന്നെയാണ് ഈ അഷ്ടസഖികളും മഞ്ചരിമാരും എല്ലാവരും തന്നെ. അപ്പൊ ഈ സഖികളെ, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഉജ്ജ്വല നീലമണി, രൂപ ഗോസ്വാമിയുടെ ഉജ്ജ്വല നീലമണിയില് ഇത് കാണാൻ സാധിക്കും. ഈ വിവരങ്ങളെല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. സഖിമാരെന്ന് പറഞ്ഞാല് പ്രിയ സഖിയുണ്ട്, പ്രിയ നർമ്മസഖി, പ്രാണസഖി, പിന്നെ സാധാരണ സഖികള്. പ്രിയ സഖികൾ എന്ന് വെച്ചാൽ അവര് രാധാകൃഷ്ണന്മാരെ ഒരേപോലെ സ്നേഹിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. അതേസമയം പ്രിയ നർമ്മസഖി അവര് നിത്യസഖികളാണ്.
അവർക്ക് രണ്ടുപേരെ രാധാകൃഷ്ണന്മാരെ രണ്ടുപേരെ ഇഷ്ടമാണെങ്കിലും രാധാറാണിയോട് അല്പം ചായ്വ് കാണിക്കുന്നവരാണ്. അതായത് എന്തിനും രാധാറാണിയുടെ പക്ഷം പിടിച്ച് ചിലപ്പോൾ ഭഗവാനെ വിമർശിക്കാൻ ഇവര് തയ്യാറാകും. പിന്നീട് പരമപ്രഷ്ടസഖി, അവരാണ് അഷ്ടസഖികൾ. അവരെ പ്രാണസഖി എന്നും പറയും. ഇവര് രാധാറാണിയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. എപ്പോഴും രാധാറാണിയുടെ പക്ഷം നിന്ന് ഭഗവാനെതിരെ ഇവരെ വഴക്കിടാനും ഒക്കെ, അതുപോലെ തന്നെ പാര വെക്കാനും ഒക്കെ ഇവര് സാമർഥ്യം കാണിക്കും. അതുപോലെ ധാരാളം ലീലകളുണ്ട്. ഇതിലെ നിത്യസഖി അല്ലെങ്കിൽ പ്രിയ നിർമ്മ സഖിയാണ് നമ്മളുടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി, ശ്രീനിവാസ ആചാര്യര്. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി മണിമഞ്ചരിയാണ് ഗോലോകത്തിലെ. അതുപോലെ തന്നെ ശ്രീനിവാസ ആചാര്യര് കസ്തൂരി മഞ്ചരിയാണ്. ഇവര് രണ്ടുപേരും നിത്യസഖികളാണ്. പിന്നീട് സഖികളാണ്, സഖിമാര്. അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാനാണ് എല്ലാം, കൃഷ്ണൻ മാത്രമാണ് ഇവർക്ക് സാധാരണ സഖികൾ. അവർക്ക് കൃഷ്ണനാണ് എല്ലാം. ഇങ്ങനെയാണ് സഖികളെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അഷ്ടസഖികൾ കഴിഞ്ഞാല് മഞ്ചരിമാർ. അഷ്ടസഖികൾക്ക് 14 വയസ്സാണ്, മഞ്ചരിമാർക്ക് 13 വയസ്സാണ് ഗോലോകത്തില്. അവരെ രാധാകൃഷ്ണന്മാരെ ഒരുമിച്ച് സേവനം ചെയ്യാനാണ് ഈ മഞ്ചരിമാര് ആഗ്രഹിക്കുന്നത്. അവര് വളരെ കഴിവുള്ളവരാണ്, സാമർഥ്യമുള്ളവരാണ്. അതുപോലെ തന്നെ ഗോപ്യമായിട്ടുള്ള ലീലകളില് ഭഗവാനെ സഹായിക്കുന്നവരാണ്. അവര് രാധാറാണി തന്നെയാണ്. ഇപ്പൊ നമ്മള് രാധാറാണിയുടെ പ്രതിബിംബം നമ്മള് കണ്ണാടിയിൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതേപോലെയാണ് ഈ 6 ഗോസ്വാമിമാരും അല്ലെങ്കിൽ ഈ മഞ്ചരിമാര്. 18 പേരാണ് ഗോലോകത്തിൽ. അതില് 6 പേരാണ് നമുക്ക് ഷഡ് ഗോസ്വാമിമാരായിട്ട് ഈ ഭൗതിക ലോകത്തില് ചൈതന്യ ലീലയില് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സഹായിക്കാനായിട്ട് അവതരിച്ചത്. അവര് രാധാറാണിയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചവരാണ് എന്നാണ് വൈഷ്ണവാചാര്യന്മാര് പറയുന്നത്. ആ രാധാറാണിയുടെ പരിശുദ്ധ പ്രേമം ആണ് ഇവർക്കുമുള്ളത്. ആ ഭാവമാണ്. രാധാറാണിയുടെ എല്ലാ വികാരങ്ങളും നമുക്ക് ഇവരില് കാണാന് സാധിക്കും. അത് ഏറ്റവും ഭാഗ്യമുള്ള സഖികളായിട്ടാണ് ഈ മഞ്ചരിമാരെ കണക്കാക്കുന്നത്. കാരണം ഇവർക്ക് അല്പം പോലും സ്വാർത്ഥതയില്ല. ഗോപികമാർക്കും അഷ്ടസഖികൾക്കൊക്കെ സ്വാർത്ഥതയുണ്ട്. അവര് ഭഗവാനോടൊപ്പം ലീലയിൽ പങ്കെടുക്കും. രാധാകൃഷ്ണന്മാരോടൊപ്പം ലീലയിൽ പങ്കെടുത്ത ആനന്ദം അനുഭവിക്കാൻ അവർ ആഗ്രഹിക്കും. പക്ഷെ ഇവർക്ക് അതുമില്ല. ഇവർക്ക് ആ ലീല കണ്ട് ആ ആനന്ദം സ്വയം അനുഭവിക്കുന്നതാണ് ഇവർക്കിഷ്ടം. അപ്പൊ ഇവർക്ക് പക്ഷെ ഈ മഞ്ചരി എന്നുള്ള പദവി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവരുടെ മഹത്വങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് രൂപ ഗോസ്വാമിയുടെയും ഗുരു മഹാരാജിന്റെയും കൃപ കൂടാതെ ഒന്നും നമുക്ക് ഈ മഞ്ചരിമാരെ പറ്റി കൂടുതൽ മനസ്സിലാക്കാന് സാധിക്കില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവിയാണ് മഞ്ചരി എന്ന് പറയുന്ന സ്ഥാനം, ആ പദവി. ഇനി നമുക്ക് പറഞ്ഞല്ലോ 18 മഞ്ചരിമാരാണ് ഗോലോകത്തില്. ഇതില് നമുക്ക് വേണ്ടുന്നത് ഇപ്പൊ 6 മഞ്ചരിമാരാണ്. 6 മഞ്ചരിമാർ ആരൊക്കെയാണെന്ന് ഓർഡർ അനുസരിച്ചിട്ട് പറയാം. നമ്മൾ അൾട്ടറില് ഷഡ് ഗോസ്വാമിമാരുടെ ഫോട്ടോ നമ്മൾ വെക്കാറുണ്ട്. പരമ്പര, പഞ്ചതത്വ, ഷഡ് ഗോസ്വാമിമാര്. അതിലെ ഇടത്തു നിന്നും വലത്തോട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം നിൽക്കുന്നത് രൂപ ഗോസ്വാമി. നമുക്കറിയാം രൂപമഞ്ചരിയാണ്. രാധാറാണിയുടെ ഏറ്റവും അടുത്ത സഖിയാണ് രൂപമഞ്ചരി. നമ്മൾ ഭഗവാന് ഭോഗമൊക്കെ ഓഫർ ചെയ്യുമ്പോൾ അത് രൂപമഞ്ചരിയാണ് രാധാറാണിക്ക് കൊടുക്കുന്നത്. രാധാറാണിയുടെ ഏറ്റവും അടുത്ത സഖിയാണ് രൂപമഞ്ചരി. നമ്മളൊക്കെ രൂപാനുഗാസ് എന്നാണ് ഇസ്കോണിലുള്ളവർ അറിയപ്പെടുന്നത്. കാരണം നമ്മൾ രൂപ ഗോസ്വാമിയുടെ ഫോളോവേഴ്സ് ആണ്. രൂപ ഗോസ്വാമിയാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രൂപാനുഗാസ് എന്ന് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് സനാതന ഗോസ്വാമി ലവംഗ മഞ്ചരിയാണ്. പിന്നെ 4 കുമാരന്മാരില്ലേ, അതില് സനാതനായിട്ടും സനാതന ഗോസ്വാമി അറിയപ്പെടുന്നുണ്ട്. പിന്നീട് രഘുനാഥ ഭട്ട ഗോസ്വാമി രാഗമഞ്ചരിയാണ്. രഘുനാഥ ദാസ ഗോസ്വാമി രസമഞ്ചരിയാണ്. അതുപോലെ തന്നെ രതിമഞ്ചരിയായിട്ടും പറയപ്പെടുന്നുണ്ട്. രസമഞ്ചരി അതുപോലെ രതിമഞ്ചരി, ഇത് രണ്ട് വിഭാഗത്തിൽ പെടുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ജീവ ഗോസ്വാമി വിലാസമഞ്ചരിയാണ്. പിന്നീട് ഗോപാലഭട്ട ഗോസ്വാമി അനംഗമഞ്ചരി അല്ലെങ്കിൽ ഗുണമഞ്ചരി, ഈ 2 പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ
6 പേരാണ് ഈ ഭൗതിക ലോകത്തില് ചൈതന്യ ലീലയില് മഹാപ്രഭുവിനെ സഹായിക്കാൻ അവതരിച്ചത്. പിന്നീട് 2 മഞ്ചരിമാരുടെ പേര് ഞാൻ പറഞ്ഞു. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി, അദ്ദേഹം മണിമഞ്ചരിയാണ്. ശ്രീനിവാസ ആചാര്യര് കസ്തൂരി മഞ്ചരി. ഇതിപ്പോ ഇത്രയും മഞ്ചരിമാരുടെ പേര് നമുക്കിപ്പോ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവരെ പറ്റി കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നീട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഗൗരഗുണോദ്ദേശ ദീപിക, അതായത് കവി കർണാപൂരാണ് ഗൗരഗുണോദ്ദേശ ദീപിക എഴുതിയത്. അതിലെ ഗോലോകത്തിൽ നിന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സഹായിക്കാൻ ഒട്ടുമിക്ക എല്ലാവരും തന്നെ എത്തിയെന്ന് തന്നെ പറയാം. അഷ്ടസഖികളെ, മഞ്ചരിമാരെ, ഇവരെല്ലാം തന്നെ വന്നു. പല ഭാവത്തിലെ പല പേരുകളിലാണ് ഇവരെ ബംഗാളിലെ പരിസരത്തുമായിട്ട് ഇവരെ അവതരിച്ചത്. അപ്പൊ ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഗൗരഗണോദ്ദേശ ദീപികയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലെ എല്ലാവരുടെയും ഗോലോകത്തിലെ പേരുകളും ഭൗതിക ലോകത്തിൽ അവരുടെ പേരുകളും അവരാരൊക്കെയാണ് എന്നത് നല്ല വ്യക്തമായിട്ട് കവി കർണാപൂര് എഴുതിയിട്ടുണ്ട്. ഈ കവി കർണാപൂര് ആരാന്ന് വെച്ചാല് ശിവാനന്ദ സേനൻ. നമുക്കറിയാം ബംഗാളിൽ നിന്ന് എല്ലാ വർഷവും രഥയാത്ര കാണാൻ എന്നുള്ള പേരില്, പക്ഷെ അവര് വരുന്നത് രഥയാത്ര കാണാനല്ല. അവരുടെ മുഖ്യ ഉദ്ദേശം മഹാപ്രഭുവിനോടൊപ്പം കുറച്ചു നാള് താമസിക്കുക എന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും കാൽനടയായിട്ടാണ് വരുന്നത്. അന്ന് വാഹനങ്ങളൊന്നുമില്ല. എല്ലാവരും കാൽനടയായിട്ടാണ് ബംഗാളിൽ നിന്നും ജഗന്നാഥപുരിയിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന്റെ ടൂർ ഓപ്പറേറ്ററാണ് ശിവാനന്ദ സേൻ. ശിവാനന്ദ സേനന്റെയും പത്നി ബിന്ദുമതിക്കും 3 മക്കളാണ്. അത് ചൈതന്യദാസൻ, പുരിദാസൻ, രാമദാസൻ, ഇങ്ങനെ 3 മക്കളാണുള്ളത്. ഇതില് പുരിദാസന് പരമാനന്ദദാസൻ എന്നും പേരുണ്ട്. ആ പരമാനന്ദദാസനാണ് കവി കർണാപൂരായിട്ട് അറിയപ്പെടുന്നത്. കാരണം എന്താന്ന് വെച്ചാല് 7 വയസ്സില് ഈ പരമാനന്ദദാസിന് മഹാപ്രഭുവിൽ നിന്നും മന്ത്രദീക്ഷ കിട്ടി. ആ ദീക്ഷ കിട്ടിയ ഉടനെ ആ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാല് മഹാപ്രഭുവിന്റെ തൃപ്പാദത്തിൽ നമസ്കരിക്കുകയും ആ താമര ഇതൾ പോലെയാണ് മഹാപ്രഭുവിന്റെ തൃപ്പാദം ഇരിക്കുന്നത്. ആ തൃപ്പാദത്തെ സഖ് ചെയ്യുകയും ചെയ്തു. അപ്പം മഹാപ്രഭുവിന്റെ മേഴ്സി വേണ്ടുവോളം ആ കുട്ടിക്ക് കിട്ടി. ആ ഉടനെ തന്നെ ആ കുട്ടി എന്താ ചെയ്തത്, സംസ്കൃതത്തില് മഹാപ്രഭുവിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് കവിതകൾ എഴുതി. ഇത് കണ്ടിട്ട് സ്വരൂപ ദാമോദര ആ കുട്ടിയെ കവി കർണാപൂർ എന്ന് വിളിച്ചു. കാരണം എന്താന്ന് വെച്ചാൽ കവി പറഞ്ഞ നമുക്കറിയാം കവിതകളൊക്കെ എഴുതുന്ന ആള് അല്ലെ. കർണം എന്ന് വെച്ചാല് ചെവി, പൂർ എന്ന് പറഞ്ഞാല് നിറഞ്ഞിരിക്കുന്നു. അതായത് ആ കുട്ടിയുടെ കവിതകള് അത്രയ്ക്ക് മധുരം, അമൃത പോലെയായിരുന്നു. സംസ്കൃതത്തിലാണ് രചിച്ചെങ്കിലും അത് കേൾക്കുന്നവർക്ക് കാത് നിറയുമായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ഹൃദയം നിറയുമായിരുന്നു. അത്രയ്ക്ക് മധുരമായിട്ടുള്ള കവിതകളാണ് ആ കുട്ടി എഴുതിയത്. അതുകൊണ്ട് സ്വരൂപ ദാമോദരാണ് കവി കർണാപൂർ എന്ന കുട്ടിക്ക് പേര് കൊടുത്തത്. ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് ഷഡ്ഗോസ്വാമി അഷ്ടകത്തിലേക്ക് കടക്കാം. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ഇത്രയും നമുക്കറിയാനുള്ള യോഗ്യതയേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ഹയർ ലെവലിൽ നമ്മൾ എത്തിയിട്ടില്ല. ഇവരുടെയൊക്കെ പാസ്റ്റ് ടൈംസിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾക്കത് കേൾക്കണമെങ്കിലും നമ്മൾ ആ ഭക്തിയുടെ ആ തലത്തിൽ നമ്മൾ എത്തിയെങ്കിൽ മാത്രമേ. ഇതൊക്കെ ഗോപ്യമായിട്ടുള്ള ലീലകളാണ്. അതിൽ 1-2 ലീലകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അത് തന്നെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ബാക്കി ലീലകളൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഷഡ്ഗോസ്വാമി കി ജയ്. ഹരേ കൃഷ്ണ. കൃഷ്ണോത്കീർത്തന ഗാന നർത്തന പരോ പ്രേമാമൃതാംഭോ നിധി ധീരാ ധീര ജനപ്രിയോ പ്രിയകരോ നിർമ്മത്സരോ പൂജിതോ ശ്രീ ചൈതന്യ കൃപാഭരോ ഭുവി ഭുവോ ഭാരാവഹൻ താരകോ വന്ദേ രൂപ സനാതനോ രഘുയുഗോ ശ്രീജീവഗോപാലകോ. അപ്പം ഇതില് ഈ 8 ശ്ലോകങ്ങളിലും ഷഡ് ഗോസ്വാമിമാരെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവരുടെ ഗുണഗണങ്ങളാണ് നമുക്ക് 8 ശ്ലോകങ്ങളിൽ കൂടിയും കാണാൻ പറ്റുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വാളിറ്റി എന്താണ്, അവരെന്താണ് ചെയ്യുന്നത്? കൃഷ്ണോത്കീർത്തന ഗാന നർത്തന പരോ. അവരെപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാന്റെ കീർത്തനത്തില് മുഴുകിയിരിക്കുകയാണ്. കീർത്തനങ്ങൾ ആലപിച്ച്
നൃത്തം ചെയ്യുന്നതിലാണ് ഇവര് താല്പര്യം കാണിച്ചിരിക്കുന്നത്. പ്രേമാമൃതാംഭോനിധി, ആ അമൃതില് മുഴുകി കഴിയുകയാണ് ആ കൃഷ്ണപ്രേമമാകുന്ന സമുദ്രത്തില്. അതില് കൃഷ്ണപ്രേമമാകുന്ന അമൃത് നിറഞ്ഞിരിക്കുകയാണ് ആ സമുദ്രത്തിൽ. അങ്ങനെയുള്ള സമുദ്രത്തില് മുങ്ങി കുളിക്കുകയാണ് ഷഡ് ഗോസ്വാമിമാര് ചെയ്യുന്നത്. അവരെല്ലാം ഈ കൃഷ്ണപ്രേമത്തിന്റെ മൂർത്തി രൂപങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഈ 6 പേരെയും. പിന്നെ ധീരാധീര ജനപ്രിയവും പ്രിയകരവും, ഇവരെല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. ധീരന്മാർക്കും അധീരന്മാർക്കും. ധീരന്മാരെന്ന് വെച്ചാൽ ധൈര്യശാലികൾ. അതാരാണ്? ഭക്തരാണ്. നമ്മള് തിരുനാമം ജപിക്കുകയും ശാസ്ത്രങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ധൈര്യം നമുക്ക് വരും. നിർഭയരായിരിക്കും നമ്മള്. അപ്പൊ അങ്ങനെയുള്ളവർക്കും, അതായത് ഭക്തർക്കും അധീരർക്കും. അധീരരാരാണ്? അഭക്തരാണ്, ഭക്തിയില്ലാത്തവര്. പക്ഷെ എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ പ്രിയങ്കരരാണ് ആര്? ഷഡ് ഗോസ്വാമിമാര്. എന്തുകൊണ്ടാണ് പ്രിയങ്കരരായിരിക്കുന്നത്? അവര് നിർമത്സരവും, അവർക്ക് ആരോടും മാത്സര്യമില്ല, വിദ്വേഷമില്ല, അസൂയയില്ല. അതുകൊണ്ടാണ് അവരെല്ലാ ദിവസവും വൃന്ദാവനത്തിൽ ഉടനീളം നടന്ന് എല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കുമായിരുന്നു. അതുപോലെ തന്നെ ദിവസവും 1008 വൈഷ്ണവർക്ക് പ്രണാമം അർപ്പിക്കുമായിരുന്നു. അതിൽ ഒരു മുടക്കവും അവര് വരുത്തിയിരുന്നില്ല. അത് തന്നെയുമല്ല, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മേഴ്സി, കൃപ ഇവർക്ക് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. ഈ ശുദ്ധഭക്തിയുടെ തലത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ, അതായത് ആരോടും വിദ്വേഷമില്ലാതെ മാത്സര്യമില്ലാതെ ആ തലത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവര് ആ തലത്തിൽ എത്തിയവരാണ്. അതുകൊണ്ടാണ് എല്ലാവരാലും ഇവരെ ബഹുമാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പൂജിക്കപ്പെടുന്നത്. അവര് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപയുടെ സംഭരണിയാണ് എന്ന് തന്നെ പറയാം. ആരൊക്കെ അവരുമായിട്ട് കണ്ടുമുട്ടുകയും അവരുമായിട്ട് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ആ കൃഷ്ണപ്രേമം കിട്ടാന് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ശ്രീ ചൈതന്യ കൃപാഭരോ ഭുവി ഭുവോ, അവരെന്തിനാണ് ഈ ഭൗതിക ലോകത്തിൽ വന്നത്? ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ എല്ലാവർക്കും വാരിക്കോരി വിതരണം ചെയ്യാനായിട്ടാണ് അവർ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചത്. ഇവരില്ലായിരുന്നെങ്കിൽ നമുക്ക് മഹാപ്രഭുവിനെ കുറിച്ചോ ഭക്തിയെ കുറിച്ചോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊന്നും നമുക്ക് കിട്ടുമായിരുന്നില്ല. ഇതൊക്കെ എഴുതിയതാരാണ്? ഈ ഷഡ് ഗോസ്വാമിമാരെ, പ്രത്യേകിച്ചും രൂപ സനാതന ഗോസ്വാമിമാരിൽ നിന്നാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ, അതായത് ഭക്തിയുടെ A to Z മനസ്സിലാക്കാൻ സാധിച്ചത് ഈ 2 ആചാര്യന്മാരിൽ നിന്നാണ്. ഭാരാവഹൻ താരകോ, അവരെന്താണ്, എന്തു ഭാരമാണ് അവർ ചുമക്കുന്നത്? ഈ ഭൗതിക ലോകത്തിലുള്ള നമ്മളെ പോലുള്ള പതിതാത്മാക്കളുടെ എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും അവര് നമ്മളുടെ ഉള്ളില് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്ന പാപം അതിങ്ങനെ ഒരു വിഴുപ്പ് പോലെ ഭാണ്ഡക്കെട്ട് മാതിരി നമ്മളുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. ആ വിഴുപ്പ് കെട്ടിനെ ചുമക്കുന്നത് ആരാണ്? ഈ ഷഡ് ഗോസ്വാമിമാരാണ്. കാരണം എന്താണ്? അവരാണ് നമുക്ക് തിരുനാമത്തിന്റെ മഹത്വവും അതുപോലെ തന്നെ വൈഷ്ണവ ഗ്രന്ഥങ്ങൾ, വൈഷ്ണവ സദാചാരങ്ങള്, ഭക്തി, ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളെ, ഭഗവാന്റെ ലീലകളെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ നമുക്ക് തന്നത് ഇവരാണ്. ഇതൊക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും തിരുനാമം നമ്മൾ ശ്രദ്ധാപൂർവം ജപിക്കുകയും ചെയ്താൽ നമ്മളുടെ പാപങ്ങളെല്ലാം നീങ്ങി നമുക്ക് ശുദ്ധരാവാന് സാധിക്കും. ആ പാപങ്ങളൊക്കെ അവരെ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ചൈതന്യ ചരിതാമൃതത്തിലെ വാസുദേവ ദത്ത പറയുന്നുണ്ട് മഹാപ്രഭുവിനോട്, ഈ സൃഷ്ടിയിലെ ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ പതിതാത്മാക്കളുടെയും പാപം എനിക്ക് തരൂ, ഞാനത് ചുമക്കാൻ തയ്യാറാണ് എന്ന്. എല്ലാവരെയും അങ്ങ് ഉദ്ധരിക്കൂ, എല്ലാവരെയും ഗോലോകത്തിലേക്ക് കൊണ്ടുപോകൂ, ഞാൻ നരകത്തിൽ പോയി കിടന്ന് ഇവരുടെ പാപത്തിന്റെ ഫലങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചു കൊള്ളാം. അപ്പൊ എത്ര വിശാല മനസ്കനാണ് വാസുദേവ ദത്ത എന്ന് നോക്കൂ. എത്ര ഒരാളുടെ പാപം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല. നമുക്കറിയാം, രാമായണം എഴുതിയ വാൽമീകി തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടാണ് കാട്ടിൽ കൂടി സഞ്ചരിക്കുന്നവരെ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്ത് കുടുംബത്തിനെ പോറ്റിയിരുന്നു. പക്ഷെ ഈ സപ്തർഷികളെ കണ്ടതോടെ അവര്, ഈ രത്നാകരൻ എന്നായിരുന്നു വാൽമീകിയുടെ മുൻപേര്, ആ രത്നാകരൻ കണ്ടവര് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്കൂ, ഭാര്യയോടും മക്കളോടും ചോദിക്കൂ, നിങ്ങൾ ചെയ്യുന്ന ഈ പാപത്തിന്റെ ഫലം അവരനുഭവിക്കാൻ തയ്യാറാണോ എന്ന്. അദ്ദേഹം വീട്ടിൽ വന്ന്
ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു. അവരെന്താ പറഞ്ഞത്? അവനവൻ ചെയ്യുന്ന പാപം അവനവൻ തന്നെ അനുഭവിക്കും, ഞങ്ങൾ ആരും അതെടുക്കാൻ തയ്യാറല്ല എന്ന്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത്രയും സമയം ഞാൻ പാഴാക്കുകയായിരുന്നു, ഇവരെ ആണല്ലോ ഞാൻ തീറ്റി പോറ്റിയത് അരുതാത്ത പ്രവൃത്തികൾ ചെയ്തിട്ട്. പിന്നീട് അദ്ദേഹം ഭക്തനായിട്ട് മാറി, ശ്രീരാമ ഭക്തനായിട്ട് മാറി. അത് നമുക്കറിയാവുന്നതാണ്. അതേപോലെയാണ് വാസുദേവദത്തെയും പറഞ്ഞത്, ഇത് ഞാൻ എല്ലാ പാപങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഈ ഭൗതിക ലോകത്തിലുള്ള ബദ്ധാത്മാക്കളെ അവിടുന്ന് മോചിപ്പിച്ചാലും. അത്ര കരുണാമയനാണ് വൈഷ്ണവരെന്ന് പറയുന്നത്. ഈ ഷഡ്ഗോസ്വാമിമാരും അങ്ങനെയുള്ള വൈഷ്ണവരായിരുന്നവര്. നമ്മളെ പോലുള്ള പതിതാത്മാക്കളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയാനാണ് അവര് ഈ ഭൗതിക ലോകത്തിൽ വന്നതും അതിനായിട്ടാണ് അവര് പരിശ്രമിച്ചതും. ഇനി അടുത്ത ശ്ലോകം. അങ്ങനെയുള്ള ഷഡ് ഗോസ്വാമിമാരെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത്. നാനാശാസ്ത്ര വിചാരണൈക നിപുണൗ സദ്ധർമ്മ സംസ്ഥാപകൗ ലോകാനാം ഹിതകാരിണൗ ത്രിഭുവനെ മാന്യൗ ശരണ്യാകരൗ രാധാകൃഷ്ണ പദാരവിന്ദ ഭജനാനന്ദേന മത്താലികൗ വന്ദേ രൂപ സനാതനൗ രഘുയുഗൗ ശ്രീജീവഗോപാലകൗ. ഇവിടെ എന്താ പറയുന്നത്? അവര് എക്സ്പേർട്ട് ആയിരുന്നു, നൈപുണ്യമുള്ളവരായിരുന്നു, നിപുണരായിരുന്നു. എന്തില്? നാനാശാസ്ത്ര വിചാരണയിക, എല്ലാ ശാസ്ത്രങ്ങളും, പലതരത്തിലുള്ള വേദങ്ങള്, ശാസ്ത്രങ്ങള്, ഇതെല്ലാം പഠിച്ച് വിശകലനം ചെയ്യുന്നതിൽ അവര് അങ്ങേയറ്റം കഴിവുള്ളവരായിരുന്നു. ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ വേദങ്ങളും പഠിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ഇവർക്കതൊക്കെ വളരെ നിസ്സാരമായിരുന്നു. അതുപോലെ തന്നെ അവരെന്തിനാണ് ഈ ഭൗതിക ലോകത്തിൽ വന്നത്? സദ്ധർമ്മ സംസ്ഥാപകോ, സദ്ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഈ സദ്ധർമ്മം എന്ന് പറഞ്ഞാൽ? സനാതന ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഭൗതിക ലോകത്തില് അവതരിച്ചത്. അവര് പലതരത്തിലുള്ള ശാസ്ത്രങ്ങൾ, എല്ലാ ശാസ്ത്രങ്ങളും അവര് വായിച്ച് പഠിച്ച് അവര് പരസ്പരം ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് അന്തിമ തീരുമാനത്തിലെത്തി. എന്നിട്ടാണ് അവര് ഗ്രന്ഥങ്ങള് രചിച്ചത്. നമുക്ക് കാണാം, അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട്. ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി ഇരിക്കുന്നു. സനാതന ഗോസ്വാമി ബുക്ക് വായിക്കുകയാണ്, രൂപ ഗോസ്വാമി ഗ്രന്ഥം എഴുതുന്നതായിട്ടൊരു ഫോട്ടോ നമുക്ക് ഇസ്കോണിൽ കിട്ടും. ആ ഫോട്ടോ നോക്കിയാൽ അറിയാം, അവര് ഫുൾ ടൈം ഇതിലാണ് ഗ്രന്ഥങ്ങൾ എഴുതുക, അത് വായിക്കുക, ചർച്ച ചെയ്യുക. അതിലുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവര് തന്നെ ചർച്ച ചെയ്ത് അത് പരിഹരിക്കും. ഇതിൽ അവർക്ക് അസാമാന്യ സാമർഥ്യം ഉണ്ടായിരുന്നു. അവരെ ഫുൾ ടൈം അവരിതിൽ എൻഗേജ്ഡ് ആയിരുന്നു. നമ്മളെ പോലെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ ചെലുത്തി സമയം പാഴാക്കുന്ന മാതിരി അവരെ ഒരു നിമിഷം പോലും പാഴാക്കിയിരുന്നില്ല. അവരെല്ലാം ആ ഹയർ ലെവലിലുള്ള ഭഗവാന്റെ സേവകരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര എളുപ്പത്തിൽ ഇതെല്ലാം മനസ്സിലാക്കാനും ഇതെല്ലാം ഗ്രന്ഥങ്ങൾ എഴുതാനും അവർക്ക് സാധിച്ചത്. അവര് ഈ സദ്ധർമ്മം, സനാതന ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഭൗതിക ലോകത്തില് അവതരിച്ചത്. അതായത് പരമസത്യം ആരാണ്, എന്താണ് പരമസത്യം? ശ്രീകൃഷ്ണ ഭഗവാനാണ് ആ പരമസത്യം. എന്തുകൊണ്ടാണ് ഭഗവാനെ പരമസത്യം അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അറിയപ്പെടുന്നത് എന്ന് നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഗ്രന്ഥങ്ങളെല്ലാം രചിച്ചത്. അപ്പം നമ്മള് ഈ സദ്ധർമ്മം അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? അസത് ധർമ്മവുമുണ്ട്, ഇല്ലേ? സനാതന ധർമ്മം അല്ലാത്ത ധർമ്മങ്ങളും ഉണ്ട്. അതായത് സനാതന ധർമ്മം എന്ന് വെച്ചാല് ഭഗവാനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ, അതായത് ഭഗവാന്റെ സേവനത്തെ കുറിച്ചും ഭഗവാനെ കുറിച്ചും പറയുന്നതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സദ്ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനെ പറ്റി പ്രതിപാദിക്കാത്ത, ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തെ പറ്റി പ്രതിപാദിക്കാത്തതാണ് അസത് ധർമ്മം. അത് കൈതവ ധർമ്മം എന്ന് പറയാം. ശ്രീമദ് ഭാഗവതത്തിലെ 2-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, ധർമ്മ പ്രോചിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണ സ്വയം വേദ്യം വാസ്തവം അത്ര ശിവദം താപത്രയോന്മൂലനം. അതിലെ കൈതവ ധർമ്മം ഉപേക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് ഭഗവാനെ പറ്റി പ്രതിപാദിക്കാത്ത കാര്യങ്ങളൊന്നും, ഭക്തിയുടെ സേവനത്തെ പറ്റി പ്രതിപാദിക്കാത്തതൊന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല.
അങ്ങനെയുള്ള ആ ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചത്. ഇവർക്ക് മഹാപ്രഭു രൂപ ഗോസ്വാമിക്കും സനാതന ഗോസ്വാമിക്കും 4 നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അതായത് വൈഷ്ണവ ഗ്രന്ഥങ്ങൾ രചിക്കുക, അതുപോലെ തന്നെ വൈഷ്ണവ സദാചാരത്തെ കുറിച്ച് എഴുതുക, ഭക്തിയെക്കുറിച്ച്, അതായത് എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് ഭക്തിയെക്കുറിച്ച് വേർതിരിച്ചെടുത്ത് അരിച്ചെടുത്ത് എഴുതണമെന്നാണ് മഹാപ്രഭു നിർദ്ദേശിച്ചത്. ഭക്തിയെക്കുറിച്ച് തനിയായിട്ട് ഗ്രന്ഥങ്ങൾ രചിക്കണം. മഹാപ്രഭു ഇവരെ കൂടെ താമസിപ്പിച്ചിട്ട് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഒക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. മഹാപ്രഭു ആ കൃപ ഇവർക്ക് കൊടുത്തു. എന്നിട്ടാണ് ഇവരെ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിച്ചത്. രൂപ ഗോസ്വാമി സനാതന ഗോസ്വാമി ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം രൂപ ഗോസ്വാമിയുടെ ഉപദേശാമൃതം, ഭക്തിരസാമൃത സിന്ധു, അതുപോലെ തന്നെ ലളിതമാധവം, വിദഗ്ധമാധവം, പിന്നെ പിന്നെ ഇതുപോലെ ധാരാളം ഗ്രന്ഥങ്ങള് രൂപ ഗോസ്വാമിയുടെ ഉണ്ട്. അതുപോലെ തന്നെ സനാതന ഗോസ്വാമി എഴുതിയിട്ടുണ്ട് ഹരിഭക്തി വിലാസം, അതുപോലെ തന്നെ ബൃഹത് ഭാഗവതാമൃതം, ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങള് സനാതന ഗോസ്വാമി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ലോകാനാം ഹിതകാരിണോ, നമ്മളെ പോലുള്ള പതിതാത്മാക്കളുടെ ലോക ജനതയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അവരെ എങ്ങനെയെങ്കിലും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഭഗവാന് സേവനം ചെയ്ത് അവര് ഭഗവാന്റെ ധാമത്തില് തിരിച്ചെത്തണം. അതിനു വേണ്ടിയിട്ടാണ്. ലോകാനാം ഹിതകാരിണോ ത്രിഭുവനെ, അതുപോലെ തന്നെ ത്രിഭുവനങ്ങളിലെല്ലാം 3 ലോകങ്ങളിലും ഇവരുടെ പേര്, ഇവരുടെ ഖ്യാതി പരന്നിരുന്നു. ഇവര് അത്രയ്ക്ക് പ്രശസ്തരായിരുന്നു. എന്തുകൊണ്ടാണ്? ഇവരെ ലോക ജനതയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഇവരെ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഇവരുടെ ആ ഖ്യാതി ത്രിലോകങ്ങളിലും പരന്നിരുന്നു. അതുപോലെ തന്നെ ത്രിലോകങ്ങളിലുള്ളവരെല്ലാം ഇവരെ ബഹുമാനിച്ചിരുന്നു. എല്ലാവർക്കും ആരെയൊക്കെ ഇവരെ സമീപിച്ചോ അവർക്കെല്ലാം ഇവരെ അഭയം കൊടുത്തിരുന്നു. ഇവര് വൃന്ദാവനത്തിൽ താമസിക്കുമ്പോൾ ആരെല്ലാം ഇവരെ സമീപിച്ചോ അവർക്കെല്ലാം ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും എല്ലാവരെയും ഇവരെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. മാന്യോ ശരണ്യാകരോ, എല്ലാവരെയും ഇവരെ ആദരിച്ചിരുന്നു, എല്ലാവർക്കും അഭയവും കൊടുത്തിരുന്നു. രാധാകൃഷ്ണ പദാരവിന്ദ ഭജനാനന്ദേന മത്താലികോ, ഇവരെപ്പോഴും ആ രാധാകൃഷ്ണന്മാരുടെ ഭജനത്തില് ആനന്ദം കൊണ്ടിരുന്നു. ആനന്ദം കൊണ്ട്, അതായത് തേൻ കുടിച്ച് ഉന്മത്തരായിട്ടുള്ള ഒരു വണ്ടിനെ പോലെ അവര് വൃന്ദാവനത്തില് സഞ്ചരിച്ചിരുന്നു. നമുക്കറിയാം 2 തരത്തിലുള്ള ഭക്തരുണ്ട്. ഭജനാനന്ദികളുണ്ട്, ഗോഷ്ഠി ആനന്ദികളുണ്ട്. ഭജനാനന്ദികൾ പറഞ്ഞാല് അവര് ഒരിടത്തിരുന്ന് ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും അവര് സ്വയം ഭഗവാന് സേവനം ചെയ്യുകയും ഭഗവാനെ ആരാധിക്കുകയും അവര് സ്വയം ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ളവർ അവര് സ്വയം ആ ആനന്ദം അനുഭവിക്കാന് താല്പര്യം കാണിക്കുന്നവരാണ്. അതേസമയം ഗോഷ്ഠി ആനന്ദി പറഞ്ഞാല് അവര് ഈ ഭൗതിക ലോകത്തിലുടനീളം സഞ്ചരിച്ച് ഭക്തി പ്രചരിപ്പിച്ചിരുന്നു. അവര് സ്വയം ആ ഭക്തിയുടെ ആനന്ദം അനുഭവിക്കുകയും ആ ആനന്ദം മറ്റുള്ളവരെ അനുഭവിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. എല്ലാവരെയും ഭക്തരാക്കാൻ അവര് ശ്രമിച്ചിരുന്നു ഗോഷ്ഠി ആനന്ദികൾ. ഭജനാനന്ദികൾ അവര് സ്വയം ഒരിടത്ത് താമസിച്ചുകൊണ്ട് അവര് സ്വയം ആനന്ദം അനുഭവിക്കുന്നു. ഇതാണ്. അപ്പൊ ഭജനാനന്ദികളാണ് ഷഡ് ഗോസ്വാമിമാർ. അവരങ്ങനെ എങ്ങും അങ്ങനെ സഞ്ചരിച്ചിട്ടില്ല. വൃന്ദാവനം വിട്ട് അവരെങ്ങും പോയിട്ടേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വാരണാസിയിലെ മഹാപ്രഭു ഉള്ളപ്പോൾ അവിടെ പോയി മഹാപ്രഭുവിന്റെ ദർശനം എടുക്കും. പിന്നെ ജഗന്നാഥപുരിയിലായിരിക്കുമ്പോൾ അവിടെയും പോകും. അത്രേ ഉള്ളൂ. അവര് വൃന്ദാവനം വിട്ടെങ്ങും ഈ ഷഡ് ഗോസ്വാമിമാരെ പോയിട്ടില്ല. അവരാ രാധാകൃഷ്ണന്മാരെ ആ ഭജിച്ച ആ ആനന്ദം അനുഭവിച്ച് ഒരു വണ്ടിനെ പോലെ പാറി പറന്ന് വൃന്ദാവനത്തിൽ ഉടനീളം അവര് സഞ്ചരിച്ചിരുന്നു. അവർക്ക് ആ ഗോപികമാരുടെ ആ ഭാവം, വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഭാവത്തിലാണ് അവര് വൃന്ദാവനത്തില് കഴിഞ്ഞിരുന്നത്. അതീന്ദ്രിയ പ്രേമം അവര് വേണ്ടുവോളം അനുഭവിച്ചിരുന്നു. അത് കൃഷ്ണന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ബംബിൾ ബീസ്, വണ്ടുകളെ പോലെ ആയിരുന്നു ഈ മഞ്ചരിമാരെല്ലാം തന്നെ. അവര്
അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒന്നുമേ അവരറിഞ്ഞില്ല. അത്രയ്ക്ക് ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയുമാണ് അവരവരുടെ കാര്യങ്ങളിൽ മുഴുകിയിരുന്നത്. ഒരിക്കല് രൂപ ഗോസ്വാമി ധ്യാനത്തില് ഇരിക്കുകയായിരുന്നു. അപ്പൊ രാധാകൃഷ്ണന്മാരുടെ ലീലകൾ കണ്ട് അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാധാകൃഷ്ണന്മാരെന്താ ചെയ്തത്? അവരുടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ആ മരത്തിൽ ധാരാളം പൂക്കളുണ്ട്. അപ്പൊ രാധാറാണി അതിലെ ഒരു കൊമ്പ് പിടിച്ചിട്ട് പറഞ്ഞു, ആ പൂ പൊട്ടിച്ചു തരണമെന്ന് കൃഷ്ണനോട് പറഞ്ഞു. അപ്പൊ രാധാറാണി ആ കൊമ്പിൽ പിടിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ ഒരു കൈ കൊണ്ട് കൊമ്പ് പിടിച്ചുകൊണ്ട് ആ പൂ പറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാധാറാണി എന്ത് ചെയ്തു? ഇടയ്ക്ക് വെച്ചിട്ട് രാധാറാണി കൊമ്പിലെ പിടിവിട്ടു. അപ്പൊ എന്താ സംഭവിച്ചത്? കൃഷ്ണനെ കൊമ്പോടെ തന്നെ ഉയർന്നു പൊങ്ങി ആ കാറ്റില് കൊമ്പിൽ കിടന്നിങ്ങനെ ആടുകയാണ്. ഇത് കണ്ട് രാധാറാണി പൊട്ടിച്ചിരിച്ചു. ഇത് കണ്ട് രൂപ ഗോസ്വാമി സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ആ വഴി ഒരു വ്രജവാസിയായിട്ടുള്ള ഒരു ബ്രാഹ്മണന് അതുവഴി പോയിരുന്നു. അപ്പൊ അദ്ദേഹം എന്താ വിചാരിച്ചത്? അദ്ദേഹത്തെ കളിയാക്കിയാണ് രൂപ ഗോസ്വാമി ചിരിച്ചതെന്ന് അദ്ദേഹം കരുതി. ആ ബ്രാഹ്മണന് ലേശം മുടന്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മുടന്തനായതുകൊണ്ട്, ഇത്രയും വലിയ പണ്ഡിതനാണ്, വിദ്വാനാണ്, ഭക്തനാണ്, പരമഭക്തനാണ് ഭഗവാന്റെ, എന്നിട്ടും അദ്ദേഹം എന്നെ കളിയാക്കിയല്ലോ എന്ന് ഈ ഇദ്ദേഹത്തിന് വ്രജവാസിക്ക് തോന്നി. അപ്പം രൂപ ഗോസ്വാമിയുടെ ധ്യാനം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി. അപ്പൊ രൂപ ഗോസ്വാമി ചിന്തിച്ചു, എനിക്ക് എന്താ പറ്റിയത്? എന്റെ ധ്യാനത്തിന് എന്തോ തടസ്സം നേരിട്ടല്ലോ. ഈ വിവരം സനാതന ഗോസ്വാമിയോട് പറയുകയും ചെയ്തു. അപ്പൊ സനാതന ഗോസ്വാമി പറഞ്ഞു, സനാതന ഗോസ്വാമിക്ക് രൂപ ഗോസ്വാമി അറിയാം, ശുദ്ധ ഭക്തനാണ് എന്നറിയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ആരോടെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടാവും, ചിന്തിച്ചു നോക്കൂ. അപ്പൊ രൂപ ഗോസ്വാമി പറഞ്ഞു, ഇല്ല, ഞാൻ ആരോടെയും അപരാധം ചെയ്തിട്ടില്ല. അപ്പൊ പറഞ്ഞു, സനാതന ഗോസ്വാമി പറഞ്ഞു, നമുക്ക് നാളെ വൃന്ദാവനത്തിലുള്ള എല്ലാവരെയും നമുക്ക് പ്രസാദത്തിന് ക്ഷണിക്കാം. അപ്പൊ ആരാണോ വരാതിരിക്കുന്നത് അവരോട് നീ അപരാധം ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും വിളിച്ച് എല്ലാവരും വന്നു. പക്ഷെ ഈ ബ്രാഹ്മണൻ ഒഴികെ എല്ലാവരും എത്തി. അപ്പൊ ഇവർക്ക് മനസ്സിലായി ആ ബ്രാഹ്മണനോട് എന്തോ അപരാധം ചെയ്തു എന്ന്. അപ്പൊ രൂപ ഗോസ്വാമി വിട്ടില്ല. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വീട് കണ്ടുപിടിച്ചിട്ട് പോയി അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ലേശം വിഷമമുണ്ടായി. അദ്ദേഹവും പറഞ്ഞു, എന്റെ തെറ്റല്ല, ഞാൻ അങ്ങ് ചിരിച്ചത് കണ്ടപ്പോ ഞാൻ കരുതി എന്നെ കളിയാക്കി ചിരിച്ചതാണ്. അപ്പൊ രൂപ ഗോസ്വാമി നടന്ന സംഭവങ്ങളെ തുറന്നു പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പരസ്പരം മാപ്പു പറഞ്ഞു. ആ പ്രശ്നം പരിഹരിച്ചു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വൈഷ്ണവരെ നമ്മൾ വിമർശിക്കാൻ പാടില്ല. അത് അപരാധമാണ്. വൈഷ്ണവ അപരാധം ഒരിക്കലും മഹാപ്രഭു പൊറുക്കില്ല. നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനെ ഒരു അപരാധം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വൈഷ്ണവനോട് മാപ്പ് പറയണം. ചിലപ്പോൾ നമ്മൾ അറിയാതെ ആയിരിക്കാം, നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് നമുക്ക് പഴി കേൾക്കേണ്ടി വന്നേക്കാം. പക്ഷെ എന്നാലും നമ്മൾ അതിന് മാപ്പ് ചോദിക്കാൻ മടി കാണിക്കരുത്. വൈഷ്ണവാപരാധം നമ്മളുടെ ഉള്ളിൽ അല്പം പോലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഭഗവത് പ്രാപ്തി കിട്ടില്ല. അത് നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ഭക്തരെ ഒരു തരത്തിൽ നമ്മൾ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ മുതിരാനോ പാടില്ല. ഇനി മൂന്നാമത്തെ, ശ്രീ ഗൗരാംഗ ഗുണാനുവർണ്ണന വിധോ ശ്രദ്ധാ സമൃദ്ധ്യാന്വിതോ പാപോത്താപനൃകൃന്ദനോ തനുഭൃതാം ഗോവിന്ദഗാനാമൃതേർ ആനന്ദാംബുധിവർദ്ധനൈക നിപുണോ കൈവല്യനിസ്താരകോ വന്ദേ രൂപസനാതനോ രഘുയുഗോ ശ്രീജീവഗോപാലകോ. ഇവരുടെ മുഴുവൻ സമയവും അവരെങ്ങനെയാണ് ചിലവഴിച്ചത്? ശ്രീ ഗൗരാംഗ ഗുണാനുവർണ്ണന വിധൗ, ശ്രീ ഗൗരാംഗന്റെ, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്തുന്നതിലാണ് ഇവർ ആനന്ദം കണ്ടിരുന്നതും ഇവര് അതിനു വേണ്ടിയിട്ടാണ് ഇവരുടെ സമയം ചെലവഴിച്ചതും. ശ്രദ്ധാ സമൃദ്ധ്യാന്വിതോ, വളരെയധികം വിശ്വാസത്തോടെ ശ്രദ്ധയോടെയാണ് അവർ ഈ കാര്യങ്ങളിൽ മുഴുകിയിരുന്നത്. പാപോത്താപ നികൃന്തനോ തനുഭൃതാം ഗോവിന്ദ ഗാനാമൃതേ. പാപോത്താപ, പാപം എന്ന് പറഞ്ഞാല് സിൻ, ഉത്താപം എന്ന് പറഞ്ഞാല് ക്ലേശങ്ങള്, കഷ്ടതകള്. ആരുടെ ക്ലേശങ്ങളും പാപങ്ങളും? നികൃന്തനോ, ഈ ഭൗതിക ലോകത്തില് ജനിച്ചിട്ടുള്ള നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കളുടെ, പതിതാത്മാക്കളുടെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുന്നതിൽ അവരുടെ സമയം മുഴുവൻ അവര് ചിലവഴിച്ചിരുന്നു. എങ്ങനെയാണ്?
ഗോവിന്ദ ഗാനാമൃതോ, ഗോവിന്ദന്റെ ഗാനങ്ങള് ആ അമൃത് ആലപിച്ചുകൊണ്ട്, ഗാനമാകുന്ന അമൃത് ആലപിച്ചുകൊണ്ട് അവര് എല്ലാവരുടെയും പാപങ്ങളെ, ബദ്ധാത്മാക്കളുടെ കണ്ടീഷൻ സോൾസിന്റെ എല്ലാ പാപങ്ങളെയും അവര് നിർമാർജനം ചെയ്തിരുന്നു. അതിലാണ് അവര് അവരുടെ സമയങ്ങൾ മുഴുവൻ ചെലവഴിച്ചത്. അതായത് ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകളെ വർണ്ണിച്ച് നമ്മളൊക്കെ അത് പഠിച്ചു കഴിഞ്ഞാല് നമ്മളുടെ പാപങ്ങളൊക്കെ തീർന്ന് നമുക്ക് ഹൃദയശുദ്ധി കൈവരിക്കാന് സാധിക്കും. അവര് അതിലാണ് മുഴുകിയിരുന്നത്. നമുക്കറിയാം, ഗോപികമാര് പറയുന്നുണ്ട്, തവ കഥാമൃതം തപ്ത ജീവനം കവിഭിരീഡിതം കൽമഷാപഹം. ഇല്ലേ, ഞങ്ങളുടെ തൊഴിൽ എന്താണ്? അങ്ങയെ പറ്റി, അങ്ങയുടെ കഥയാകുന്ന അമൃത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, അതാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നുണ്ട് ഗോപികാ ഗീതത്തിൽ. അതുപോലെയാണ് ഇവരുടെ ഉപജീവന മാർഗം എന്താണ്? തിരുനാമം ജപിക്കുക, ഭഗവാന് സേവനം ചെയ്യുക, വൈഷ്ണവ ഭക്തിയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ എഴുതുക, വൈഷ്ണവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അവര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹരിഭക്തി വിലാസം സനാതന ഗോസ്വാമി എഴുതിയതാണ്. അതിലെ ഭക്തിയില് നമ്മൾ ആചരിക്കേണ്ട A to Z കാര്യങ്ങള് ഹരി